AAP നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് BJP മാർച്ച്. പൂർവാഞ്ചൽ വിഭാഗക്കാരെ കെജ്രിവാൾ അപമാനിച്ചു എന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും. അരവിന്ദ്, ഈ പ്രതിഷേധത്തിനിടയായ സംഭവം എന്താണ്? നിലവിൽ അവിടെ സാഹചര്യങ്ങൾ ശാന്തമല്ലേ? സ്നേഹ ഉച്ചയ്ക്ക് 12:30 BJP അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് റെയ്ഡ് നടത്തിയത്, മാർച്ച് നടത്തിയത്. പ്രധാനമായും ആം ആദ്മി പാർട്ടിക്കെതിരെ BJP ഉയർത്തുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ പൂർവാഞ്ചൽ വിഭാഗക്കാരെ അരവിന്ദ് കെജ്രിവാൾ അപമാനിച്ചു എന്നതാണ്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടതിനു ശേഷം അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചത് ഉത്തർപ്രദേശിലെയും അതുപോലെ തന്നെ ബീഹാറിൽ നിന്നുള്ള വ്യാജ വോട്ടുകൾ ഇത്തരത്തിൽ ഡൽഹിയിലേക്ക് കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നു. ഇതിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി ഇത്തരത്തിൽ വോട്ടർ പട്ടികയിലേക്ക് ഇവരെ ചേർക്കാനുള്ള ശ്രമം BJP നടത്തുന്നു എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചത്. ഇത് പൂർവാഞ്ചൽ വിഭാഗക്കാരെ അപമാനിക്കുന്നു എന്ന് കാട്ടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് നേരെ BJP പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പിന്നാലെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. എന്തായാലും BJP വാദങ്ങളെല്ലാം അരവിന്ദ് കെജ്രിവാളും തള്ളിയിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പൂർവാഞ്ചൽ വിഭാഗക്കാരുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് ആം ആദ്മി പാർട്ടി മാത്രമാണ്. ഇവർക്ക് വേണ്ടി എപ്പോഴും ആം ആദ്മി പാർട്ടി ഉണ്ടാകുമെന്നും അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഈ വിഷയം കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കി മാറ്റുവാൻ തന്നെയാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഡൽഹിയിൽ 12% വോട്ട് ഈ പൂർവാഞ്ചൽ വിഭാഗക്കാരുടേതാണ്. അത് തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ശരി അരവിന്ദ്.